ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഗെറ്റ് റെഡി വിത്ത് മീറ്റാണ് വന്നിട്ടുള്ളത്. നമുക്കൊരു സ്ഥലത്തേക്ക് പോയാലോ? അപ്പോൾ ഫസ്റ്റ് ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് ടോൺ ചെയ്തിട്ടാണ് സെറ അപ്ലൈ ചെയ്യുന്നത്. സെറത്തിൻ്റെ കോലം കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട. സംഭവം ഞാൻ നിലത്ത് വീണിട്ട് സംഭവത്തിൻ്റെ ആ ഒരു സംഭവമില്ലേ, ആ സംഭവം എല്ലാ സംഭവമാണല്ലേ, അത് പൊട്ടിപ്പോയി, അതിൻ്റെ മൂടി പൊട്ടിപ്പോയി. അപ്പോൾ എന്തായാലും അതിനുള്ളിലുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയും അപ്ലൈ ചെയ്യാമല്ലോ, നമ്മളൊന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അത്രയും വേസ്റ്റിൻ്റെ സെറാണത്, ഡംഡോക്കിൻ്റെ. പിന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ നിങ്ങളുടെ സ്കിന്നിന് സൂട്ടായത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ഈ പോൺസ് തന്നെ വാങ്ങണമെന്നൊന്നുമില്ല. പക്ഷേ എൻ്റെ ഓയിലി സ്കിന്നാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതായത് എപ്പോഴും പിമ്പിൾസ് ആയിട്ട് നിറയും എന്നല്ല, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പിമ്പിൾസ് വരും. അതായത് സ്ഥിരമായിട്ട് ഒരു മുഖം ഫേസ് ക്ലീൻ ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഓരോ റെമഡി ട്രൈ ചെയ്യാറ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ അധികം അങ്ങനെ മൈൻഡാക്കലൊന്നുമില്ല. അവിടെ ഇവിടെ കുരുവൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ അങ്ങനെ മൈൻഡാക്കില്ല. പണ്ടൊക്കെ ഒരു കുരു വന്നാൽ തന്നെ ഈശ്വരാ ഒരു കുരു വന്നേ, ഡോക്ടറൊക്കെ പോകണോ, വേപ്പില മഞ്ഞൾ ഉള്ള സകല സാധനം ഞാൻ തേക്കലുണ്ട്. പിന്നെ ഈ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറച്ച് ബെറ്ററായി. സൺസ്ക്രീൻ ഞാൻ നല്ലോണം അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ മഴ പെയ്തിട്ടുള്ള വെയിലിന് കുറച്ച് നല്ല കാഠിന്യം കൂടുതലായിരിക്കും. അപ്പം നല്ലോണം വൈറ്റ് കാസ്റ്റ് പോലെ തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അക്കോളജിക്കേണ്ട വൈറ്റ് കാസ്റ്റ് ആയിട്ട് നമുക്ക് ആകൂല. ഒരു 10 അല്ല ഒരു 5 മിനിറ്റ് ഒന്നും ആകണ്ട, ഒത്തിരി 2 സെക്കൻഡ് കൊണ്ട് അത് ഫുൾ അബ്സോർബ് ആയിട്ട് കാണും. കാരണം ഫുൾ അബ്സോർബ് ആയില്ല. അപ്പോൾ അത്ര വലിയ വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാത്ത നല്ല സൺസ്ക്രീനാണ് അക്കോളജിക്കേണ്ട സൺസ്ക്രീനും. അക്കോളജിക്കേണ്ട പിന്നെ ഇതുണ്ട് കേട്ടോ, പല ടൈപ്സ് ഉണ്ട്. എനിക്ക് സൂട്ടായതാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ നിങ്ങൾക്ക് സൂട്ടായത് നിങ്ങൾ കണ്ടുപിടിക്കുക തന്നെ വേണം. നിങ്ങളുടെ സ്കിൻ ഏതാണെന്ന് എനിക്കറിയില്ലല്ലോ. പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് ഈ പുട്ടിയിട്ടിട്ടാണ് വരുന്നത്, മേക്കപ്പാണ്, ഫുൾ മേക്കപ്പാണ്. സത്യത്തിൽ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ തന്നെ നല്ലൊരു ഫിനിഷിങ് ലുക്ക് കിട്ടും. മാത്രമല്ല ഞാൻ 925 ഈ CC ക്രീം മാത്രമാണ്, അല്ലെങ്കിൽ CC ക്രീമല്ലോ BB ക്രീം മാത്രം യൂസ് ചെയ്യുന്നത്. അവർക്കതറിയില്ല, അവർക്ക് അതിനെപ്പറ്റിയിട്ട് വിവരമില്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കുടുംബക്കാരായാലും നാട്ടുകാരായാലും ഫുൾ മേക്കപ്പിലാണ് പോകുന്നതെന്നാണ് പറയുക. അപ്പോൾ യഥാർത്ഥ മേക്കപ്പിൽ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഗൈസ് അവസ്ഥ? ഇപ്പോൾ പ്രൈമർ, കോണ്ടോർ, ഫൗണ്ടേഷൻ, അതൊന്നും അല്ലെങ്കിൽ എന്താ പറയുക ഹൈലൈറ്റർ, എന്തൊക്കെ പ്രോസസ്സ് അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ട് ഈ ഒരു മേക്കപ്പിന്. ആകെപ്പാടെ ഈ ഒരു ഒറ്റ സാധനം യൂസ് ചെയ്യുന്നത്. അതിന് തന്നെ നാട്ടുകാരും വീട്ടുകാരും ഇങ്ങനെ മേക്കപ്പ് എന്ന് പറയും. പക്ഷേ അതൊന്നും ഞാൻ ഇതിലൂടെ കേട്ടിട്ട് അത് ഇപ്പുറത്തോട്ട് ചെവി കേട്ട് അപ്പുറത്തോട്ട് വിടലാണ്. അതൊന്നും എന്നെ പ്രശ്നമാക്കുന്നില്ല. എന്നാലും ഞാൻ അവരെ ആ ഒരു അവസ്ഥ പറഞ്ഞതാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഈ സെറ്റിംഗ് പൗഡർ എന്ന് പറഞ്ഞാൽ കോമ്പാക്ട് പൗഡർ, ഞാൻ എപ്പോൾ പറയുന്നത് ഓയിലി ഫ്രീ ആയിട്ടുള്ള കോമ്പാക്ട് പൗഡറാണ്, അടിപൊളി കോമ്പാക്ട് പൗഡറാണ്. അങ്ങനെ തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് മാറ്റാണോ അല്ലെങ്കിൽ ഗ്ലോയിങ് ആണോ ഇഷ്ടമെന്നെങ്കിൽ അതിന് കണക്കായിട്ടുള്ള മേക്കപ്പ് പ്രൊഡക്ട്സും അല്ലെങ്കിൽ CC ക്രീമും BB ക്രീമും തിരഞ്ഞെടുക്കണം. ഞാൻ എൻ്റെ എല്ലാം മാറ്റായിട്ടാണ് തിരഞ്ഞെടുക്കൽ. കാരണം എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് എനിക്ക് ഗ്ലോ ആയിട്ട് ഇരിക്കാൻ വേണ്ടി താല്പര്യമില്ല. കാരണം കുറച്ച് കഴിഞ്ഞാൽ തന്നെ എൻ്റെ ഗ്ലോ ആകും. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തിന് നല്ല ഡെഫിനേഷൻ കൊടുക്കാൻ നമ്മളെ പിരികം തന്നെയാണ്. അപ്പോൾ ഈ അടുത്തെടുത്തത് കൊണ്ട് തന്നെ അത്ര അധികം ഓവറായിട്ട് എനിക്ക് പറയേണ്ട വന്നിട്ടില്ല. ഞാൻ അധികം പിന്നെ അത് അതിൻ്റെ മോന ചെത്തിയിട്ടുമില്ല, അതുകൊണ്ട് ജസ്റ്റ് ടച്ചപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ എന്നൊരു സിമ്പിളായിട്ട് പോകാനാണ് ഉദ്ദേശിച്ചത്. വലിയ ഹെവിയൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പ്രോഗ്രാമിന് പോകുമ്പോൾ നല്ല ഡാർക്ക് തന്നെ വരും കേട്ടോ. കാരണം സ്റ്റേജ് പ്രോഗ്രാമിന് പോകുമ്പോൾ എന്തായാലും നല്ല വൃത്തിയിൽ തിളങ്ങി കാണിക്കണമല്ലോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഐലൈനർ അത് ഒരിക്കലും ഞാൻ മാറ്റുന്നില്ല. എപ്പോഴും പറയാറുണ്ട് ഐടെക്സിൻ്റെ ഐലൈനർ പോലെ വേറെ ഒന്നും ഞാൻ ഓരോന്ന് കാണാം ഓരോ ആളെ കൈമേലെ. പക്ഷെ അതിൻ്റെ എല്ലാം മറ്റേ ഈ ഒരു പിടിയില്ലേ അത് വലുതായിട്ടാണ്, എനിക്കെന്തോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതന്നെ വാങ്ങാറ്. പിന്നെ ലിപ്സ്റ്റിക്ക് ഇടുമ്പം കുറച്ചുകൂടി ലിപ്പ് വരണ്ടിരിക്കില്ല. അതായത് ലിപ് ബാം യൂസ് ചെയ്യുക. പിന്നെന്ന് പറഞ്ഞാൽ ഇത് NYBയുടെ ആണ് പിന്നെ ലിപ്സ്റ്റിക്ക്. പിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചിപ്പം ലൈറ്റ് കളറാണ് ഇഷ്ടം. അതായത് ന്യൂഡ് കളറിനേക്കാളും എനിക്ക് എന്തോ ഒരു ഡാർക്ക് കളർ മാച്ചാകുന്നില്ല. വയ്യ ഞാൻ മിക്സ് ആക്കിയിട്ടൊക്കെയാണ് ഇപ്പോൾ ഇടാറ്. ഇന്നിപ്പം മിക്സ് ആക്കിയില്ല, കാരണം വേഗത്തിൽ കീയണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒന്നിനും സമയം ഉണ്ടായിട്ടില്ല. ഈ ഡോറിൻ്റെ അടുത്ത് എത്തിയിട്ട് നമ്മൾ ചെരുപ്പൊക്കെ ഇടുമ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ടച്ചപ്പ് ചെയ്യും, അതായത് മിക്സ് ചെയ്യും, അതായത് ലിപ്സ്റ്റിക്ക്. പിന്നെ ഒരു കമ്മലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഔട്ട്ഫിറ്റ് ഞാൻ തയ്പ്പിച്ചതാണ്. അപ്പോൾ ഇന്ന് ഇത്രയും ലുക്ക് എങ്ങനെയുണ്ട്? ബൈ.